ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 44 റിവ്യൂ ആണ്. സീസൺ 6 തിങ്കളാഴ്ചകൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വലിയ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഫാൻസുകാരും കണ്ടസ്റ്റൻസും കിണഞ്ഞ് പരിശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ജബ്രി കോംബോ ഒന്നാകെ കടുത്ത ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് പോയി. വീക്കെൻഡ് എപ്പിസോഡിൽ അവരെ നിർത്തി റോസ്റ്റ് ചെയ്തതായിരുന്നു ആ ഒരു ബ്രേക്ക് ഡൗണിൻ്റെ കാരണം. അന്ന് ആ ഒരു ബ്രേക്ക് ഡൗണെ നോക്കി അനലൈസ് ചെയ്ത് അതിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഡ്രാമയാണെന്നും മറ്റേത് റിയൽ ട്രോമയാണെന്നും പറഞ്ഞ ആൾ ഇന്ന് ഒരു ട്രോമയാണോ ഡ്രാമയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൂടെ അതിൽ നടക്കുന്നു. അദ്ദേഹത്തിനെ കണ്ട സമയത്ത് ഞാൻ ഈ ഫാൻസുകാരുടെ അത്രയും ബോധമില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് എനിക്കത് വളരെ റിയലായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നടക്കുന്ന സമയത്തും നോക്കുന്ന സമയത്തും ഒക്കെ പേടിയോടെയാണ് ചില കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹത്തിന് ക്യാമറ പേടിയാണ്, മൈക്ക് പേടിയാണ്. ഈ ട്രൂമാൻ ഷോ എന്ന് പറയുന്ന ഒരു സിനിമയല്ലേ, ആ ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്നുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ചില ലക്ഷണങ്ങളൊക്കെ സിബിനിൽ ഞാനിന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിന് ക്യാമറ മൈക്കൊക്കെ പേടി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. താൻ ഉദ്ദേശിക്കുന്നത് പോലെയോ താൻ ഫെയർ എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നത് പോലെയോ അല്ല ബിഗ് ബോസ് ഇതിനെ പരിഗണിച്ച് പുറത്തേക്ക് വിടുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ തനിക്ക് കിട്ടിയ വഴക്ക് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ പുറത്തേക്ക് കണ്ടന്റ് പോവാത്തത് കൊണ്ടാണ് എന്ന് സിബിൻ ചിന്തിക്കുകയാണ്. അതേപോലെ കണ്ടസ്റ്റൻസിൽ പല ആളുകളെയും സിബിന് വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ല. ഈ ലോകം തന്നെ ഒരു വലിയ മായയാണ്, കള്ളമാണ് എന്നുള്ളൊരു ചിന്തയിലാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹം വലിഞ്ഞു കയറി രക്ഷപ്പെടാനായിട്ടുള്ള മതിലുകൾ അന്വേഷിക്കുന്നു, നുഴഞ്ഞു കയറി രക്ഷപ്പെടാനായിട്ടുള്ള സുഷിരങ്ങൾ തപ്പുന്നു. അങ്ങനെയുള്ള പലവിധ കാഴ്ചകൾ നമുക്കിന്ന് ഹൗസിൽ കാണാനായിട്ട് സാധിച്ചു. ആകെ മൊത്തം കാർമേഘം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ബിഗ് ബോസ് സീസൺ 6. ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് സംഭവം കുറച്ചൊന്ന് ബെറ്ററായി. അതിലെനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്, റിയലായിട്ട് എൻ്റെ ഉള്ളിൽ തട്ടിയ വിഷമം തോന്നിയത് പൂജയുടെ ഒരു അവസ്ഥ കണ്ട സമയത്താണ്. വലിയ വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പെയിൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം വലിയ സ്വപ്നങ്ങളോടെ വന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പാതി വഴിയിൽ അങ്ങനെ പോവേണ്ടി വരുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ ആലോചിച്ചപ്പോഴത്തേന് എനിക്ക് വിഷമായി. അപ്പം അത് വേറെ, അത് വിടാം, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. അതേപോലെ ഇന്ന് ശ്രീതു ക്യാപ്റ്റനായിട്ട് അധികാരം ഏറ്റെടുത്തു. പവർ ടീമിലേക്ക് ഗബ്രി കയറിയതിനകത്ത് ഒരു പ്രശ്നമില്ല. കാരണം ഗബ്രിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മച്ചാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. അത് സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു ടാസ്കിൽ വിജയിച്ചിട്ട് പവർ ടീമിൽ കയറുകയാണ്. ജിൻഡോ രാവിലെ മറ്റേ ഋഷിയോട് എന്നെ പവർ ടീമിൽ കയറ്റുമോ എന്ന് കാല് പിടിച്ച് ചോദിക്കണത് കേട്ടു. പക്ഷേ അത് നടക്കാനായിട്ട് ഒരു വഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. സിബിൻ്റെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് പുറത്ത് പോകണം എന്നുള്ളതായിരുന്നു. രാവിലെ ഒരു സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് സിബിന് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പോവാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ പിന്നീട് പ്രൊമോയിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച സിബിൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിട്ടാണ്. അതങ്ങനെയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച സിബിൻ്റെ കൂടെ നിന്ന് വേറെ ചില ട്രോമകളെ കുറ്റം പറഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലായില്ലേ ഇവിടുത്തെ സൈക്കോളജിസ്റ്റിന് ഭയങ്കര പവറാണ്. ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് ഡബിൾ പവർ ആയിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോൾ പവർ കളി തന്നെ. ഈ പവർ കളി കളിക്കാനായിട്ട് ഇപ്പം പവർ ടീം അല്ലാതെ വേറൊരു ടീമുണ്ട്. സിബിൻ, ജാസ്മിൻ, അൻസിബ, ജിൻഡോ ഒക്കെ ഉൾപ്പെട്ട ഒരു ടീമാണ്. പവറൊന്നും ആരും അനുവദിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അതൊരു പവർ ടീം തന്നെയാണ്. ഇപ്പം വളരെ സരസമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ജാസ്മിനെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ജാസ്മിൻ, ജിൻഡോയൊക്കെ പിന്നെ ഉള്ളിൽ വൈരമില്ലാതെ ഗെയിം കളിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ സിബിനോട് ജാസ്മിൻ ചെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കയ്യിൽ ഒന്ന് പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാമല്ലോ അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ട്. അപ്പം അനിയത്തിയെ പോലെ നോക്കിക്കാണുന്ന സിബിൻ, ഒരു ടീമിൽ ഉള്ള സിബിൻ ഇനിയിപ്പോൾ നാളെ തൊട്ട് വേറെ ഒരു മോഡിലുള്ള ഗെയിം ആയിരിക്കും പിടിക്കുന്നത്. പിന്നെ ജബ്രി കോംബോയ്ക്കെതിരെ ഇനി ഗെയിം കളിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗബ്രിയുടെ ചില കുത്തുവാക്കുകൾ ജാസ്മിന് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഗബ്രി നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് കഴിഞ്ഞ ദിവസം തൊട്ട് എനിക്ക് തോന്നിയതാണ്. എൻ്റെ ഒരു ചെറിയ തോന്നൽ. മുന്നേ പറഞ്ഞ ഉണ്ണീഷോയുടെ മുഖമുള്ള ഗബ്രിയുടെ പിന്നിലെ ആ ഒരു കാരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ. പ്രകടമായിട്ട് ചില കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചില്ല. കുറച്ചും കൂടെ ഗബ്രി കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിലെ കുത്തുവാക്കുകൾ നല്ല രീതിയിൽ കുറഞ്ഞപ്പോഴത്തേനും ഗബ്രിക്ക് തോന്നി താനൊരു മിടുക്കനായിട്ടുള്ള പ്ലെയറാണ്, അതുകൊണ്ട് ജാസ്മിനെ ഉപദേശിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ജാസ്മിനെ ഉപദേശിക്കുകയും ജാസ്മിൻ അത് കേട്ടിരിക്കുകയും പിന്നീട് ഇവനെന്താണ് ഈ പറയണത് എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കാണുകയും ചെയ്തിരിക്കാം. അപ്പം വളരെ കുറച്ച് സമയമാണ് ഇപ്പോൾ ജബ്രി കോംബോയ്ക്ക് ക്യാമറ കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ കോംബോ ചേർന്നിട്ട് മറ്റേ ജബ്രി കണ്ടന്റുകൾ ഉണ്ടാക്കുന്നില്ല. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ആവേശോജ്വലമായിട്ടുള്ള ഒരു പാട്ട് ഇട്ടിട്ടായിരുന്നു തുടക്കം. പക്ഷേ ആ ഒരു പാട്ട് കൊണ്ടൊന്നും സാധിച്ചില്ലെന്ന് അവസാനം ബിഗ് ബോസ് മോഡുലേഷൻ വരെ മാറ്റി. എന്താണ് എല്ലാവരും ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ചു. മറ്റേ കമ്പ്യൂട്ടർ വോയിസ് ഒക്കെ മാറ്റി പിടിച്ചു. കാരണം ആൾക്കാരെല്ലാം ആകെ മൊത്തത്തിൽ ഇങ്ങനെ അവിഞ്ഞിരിക്കുകയായിരുന്നു. ഇതിനുശേഷം കണ്ടസ്റ്റൻസിൽ പല ആളുകളും സിബിനോട് സംസാരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശ്രീരേഖ സിബിനോട് സംസാരിക്കുന്നുണ്ട്. സിബിൻ്റെ
ആ ഒരു പവർ നഷ്ടപ്പെടുന്നത് ശ്രീരേഖ നോക്കിക്കണ്ടിരുന്നല്ലോ. അപ്പം സിബിന് എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, മറ്റേ പാപ്പിയപ്പച്ചായ്ക്കകത്ത് ദിലീപനുള്ളതുപോലെ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കാവ്യമാധവൻ്റെ സ്ഥാനത്ത് നിന്ന് ശ്രീരേഖ നടത്തി കൊടുക്കാമെന്നുള്ളതാണ് ശ്രീരേഖ പറയുന്നത്. അപ്പോൾ സിബി പറഞ്ഞ് എനിക്കൊരു പ്ലാനുമില്ല, എനിക്കിവിടെ നിൽക്കാൻ തന്നെ വലിയ താല്പര്യമില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ പൂജയുടെ വയ്യാഴിക കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രീരേഖ ഋഷിയോട് സംസാരിക്കുന്നുണ്ട്. സിബിനൊക്കെ ഒതുങ്ങി, കുറേയധികം ആളുകൾ ഇത് തക്കം പാർത്തിരിക്കുന്നുണ്ട്. സായിയൊക്കെ ഒതുങ്ങി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ശ്രീരേഖ പറഞ്ഞൊരു കാര്യമുണ്ട്, സീസണിൽ ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും പല സീസണിലാണെങ്കിലും പല ആളുകളെയും ഇതുപോലെ വീക്കെൻഡിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പവർഫുള്ളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, കപ്പടിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാനും ഇന്ന് രാവിലത്തെ റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം ചില ആളുകൾ പറയുന്നു സിബിൻ്റെ ഗെയിം പ്ലാൻ എക്സ്പോസ് ചെയ്തു. അത് എക്സ്പോസ് ചെയ്യും. ബിഗ് ബോസിനൊരു ഗെയിമുണ്ട്. ബിഗ് ബോസിലെ ഒരു ഗെയിം നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. അത് മനുഷ്യത്വരഹിതമായിട്ട് പലപ്പോഴും വരത്തില്ല എങ്കിലും നമ്മൾ ഇപ്പം അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണമല്ലേ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇടത്തിൽ കൊടുക്കുന്ന നോമിനേഷൻസ് പുറത്ത് കാണിക്കുന്നത്. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമല്ലേ. അത്ര ഒന്നും വന്നില്ലല്ലോ ഇതിനകത്ത്. അങ്ങനെ സാധനം എടുത്ത് കാണിക്കുന്ന ബിഗ് ബോസിൻ്റെ അടുത്തൊന്നും ഗെയിം പ്രതീക്ഷിക്കരുതോ. അപ്പോൾ നമ്മൾ എവിടെ എന്ത് ഗൂഢാലോചന നടത്തിയാലും അത് ഏത് വീക്കെൻഡ് എപ്പിസോഡിൽ വേണമെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഗെയിമാണ്. സിബിൻ്റെ ആ ഒരു ഗെയിം ബിഗ് ബോസ് പൊട്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ടീമായിട്ട് ജബ്രികൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ അണിനിരത്തി കളിച്ചു കഴിഞ്ഞാൽ ഈ കളി കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പ്രേക്ഷകർ നിർത്തിയിട്ട് പോകും. അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഗെയിം കളിക്കണം. അത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗം കൂടെയാണ്. സിബിൻ പല ആളുകളോടും അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് പേടിയായ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പിൻകാല ട്രോമയെക്കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. ഈ ഒരു സമയത്ത് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. പൂജയെ കാണാൻ ഡോക്ടർ വരുന്നു. ഈ ആദ്യഘട്ട കൺഫെഷൻ റൂമിൽ പോകുന്ന സമയത്ത് സിബിനും ബിഗ് ബോസുമായിട്ടുള്ള ടോക്ക് അധികം പുറത്തേക്ക് കേൾപ്പിച്ചില്ല. സൈക്കോളജിസ്റ്റിൻ്റെ സേവനമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ള തരത്തിൽ, അത് വേണ്ട എനിക്ക് പോകണം എന്നുള്ള തരത്തിലാണ് സിബിൻ പറയുന്നത്. ഇതിനുശേഷം ശ്രീധുവിനെ ക്യാപ്റ്റൻസി ബാഡ്ജ് ധരിപ്പിക്കുന്ന ജിൻഡോയാണ് നമ്മൾ കാണുന്നത്. അപ്പം ശ്രീധുവിന് കുറച്ച് വിഷൻ ആൻഡ് മിഷനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ശ്രീധു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റേ സ്റ്റോർ റൂമിൽ മണി അടിക്കുന്ന സമയത്ത് ആരും ഓടണ്ട, ഞാൻ തന്നെ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്നോളാം. ശ്രീധുവിന് മലയാളം വായിക്കാൻ അറിയോ? എടുത്തോണ്ട് വന്നാലും മറ്റേ ജിൻഡോ പറയുന്ന പോലെ പറയേണ്ടി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അയ്യോ കണ്ണാടി എടുത്തില്ല, മറന്നുപോയി, ബിഗ് ബോസ് തന്നില്ല എന്ന്. അപ്പം ശ്രീധു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കണിശക്കാരിയാണ്. അതേപോലെ പവർ ടീം തെറ്റ് ചെയ്താലും പവർ ടീമിൻ്റെ കൂടെ ഒന്നും നിൽക്കില്ല, ബാക്കിയുള്ള ആളുകളുടെ കൂടെ നിൽക്കും. അതേപോലെ ഇൻട്രപ്ഷൻ, എന്തെങ്കിലും പറയുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കുന്ന ശ്രീധുവിന് ഇഷ്ടമില്ല. സ്പോട്ട് പണിഷ്മെൻ്റാണ് ശ്രീധുവോട് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിലൊക്കെ പല ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പവർ ടീമിൽ ഒരാൾക്കും കൂടെ കയറാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. കണ്ടസ്റ്റൻസിന് അതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, ഒരു ഗെയിം കളിക്കേണ്ടതുണ്ട്. ഗബ്രി, അതേപോലെ തന്നെ നന്ദന, അബി, ജിൻഡോയ്ക്ക് വലിയ ആഗ്രഹമാണ് പവർ. ഗബ്രിക്ക് പവർ വേണം, പണിയെടുക്കാൻ വയ്യല്ലോ. അല്ലാതെ ആ ചെങ്ങായി എന്ത് ഗെയിമാണ് പവർ ടീമിൽ കയറിയിട്ട് കളിക്കുന്നത്? ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കട്ട നെഗറ്റീവിലേക്ക് തള്ളിവിടുന്ന, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് പവർ ടീമിലെ ഗബ്രി. അപ്പോൾ അങ്ങനെ മത്സരം നടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഗബ്രി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അങ്ങനെ ഗബ്രി ബിഗ് ബോസിൻ്റെ കഥ കേൾക്കുകയാണ്. വിശാലാക്ഷിയുടെ മകളുടെ മകനായ കോമളാങ്കൻ്റെ കഥയാണ്. കോമളാങ്കനെതിരെ നടന്നുപോയ കഥയാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീസൺ 6 കോമളാങ്കനായിട്ടുള്ള ഗബ്രി വളരെ മിടുക്കനായിട്ട് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുത്ത് പവർ ടീമിലേക്ക് കയറുകയാണ്. ഇതിനുശേഷം മറ്റേ ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള പരിഭവം പറച്ചിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഞാൻ ലൈവിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പിസോഡിൽ കണ്ടതിൽ നിന്നിട്ട് എനിക്ക് വ്യക്തമായിട്ട് വലിയ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഹഗ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് തിരിച്ച് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ ഉണ്ടാവും. മറ്റേ വീട്ടുകാരങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ പിന്നെ ഗബ്രിക്ക് ഒരു പകപ്പും പരിപാടിയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ കൂടെ നിന്നതിനകത്ത് വേറെ ചില കാര്യങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ടായിരുന്നു. ഇപ്പോൾ ജാസ്മിൻ്റെ കൂടെ നിന്ന് പവറായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഒറ്റപ്പെടലില്ല, ആളുകളൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജാസ്മിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മറ്റേ ഗബ്രി ഉണ്ടല്ലോ, ഗബ്രി എനിക്ക് അത് അത്ര വിശ്വാസം പോരാ. ഇതിനുശേഷം സിബിനെ വെറുപ്പിക്കുന്ന നന്ദനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനു മുൻപ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കുക, വെറുപ്പിക്കരുത് എന്നുള്ളത്. നന്ദനയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രൊവോക്ഡ് ആവും. അത് വെറുതെ സംസാരിച്ചാലും പ്രൊവോക്ഡ് ആവും. ശ്രീധു ക്യാപ്റ്റനാണ്. അദ്ദേഹം ആ ഒരു അവസരത്തിലേക്ക് അങ്ങടേക്ക് കടന്നു വന്ന് നന്ദനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശ്രീധുവിന് ക്യാപ്റ്റൻസിയിൽ വലിയ പ്രതീക്ഷയുണ്ട്, മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും സിബിൻ അടുത്ത സ്ട്രാറ്റജി ഇറക്കുകയാണ്. നിസ്സഹകരണം, ഒന്നിൽ സഹകരിക്കുന്നില്ല, മൈക്കിനകത്തോടെ പറയുന്നില്ല, ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നോമിനേഷൻ്റെ വേദിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഇവിടുത്തെ നിയമങ്ങൾ റെഗുലേഷൻസ് ഒന്നും എനിക്ക് അനുസരിക്കാനായിട്ട് താല്പര്യമില്ല, നിങ്ങളിൽ ഒരാളായിട്ട് ഇനി നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്യേണ്ട എന്നൊക്കെ. ഇതിനുശേഷം ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഇന്ന് നോമിനേഷൻസ് ഉണ്ടായിരുന്നു. നോമിനേഷൻസിൻ്റെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടുകൾ കിട്ടി നോമിനേഷനിലേക്ക് വന്നു എന്നുള്ളത് പറയാം.
അൻസിബ 10 വോട്ടുകളോടെ നോമിനേഷനിലേക്ക് വന്നു. കാരണം അറിയാമല്ലോ, എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. എല്ലാ ആൾക്കാരെ സേവ് ചെയ്യുമെന്ന് ലാലേട്ടൻ പറഞ്ഞ സമയത്ത് അൻസിബ അയ്യോ വീട്ടിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച സമയത്ത്, അപ്പോൾ അൻസിബയ്ക്ക് വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ആളുകൾ അൻസിബയെ വീട്ടിൽ വിടാൻ വേണ്ടി വോട്ട് ചെയ്തതാണ്. അബിക്ക് 8 വോട്ടുകൾ. അബി വന്ന സമയത്ത് ഒരു ഫോമില്ല. അതേപോലെ നന്ദനയുമായിട്ട് സില്ലി മാറ്റേഴ്സിലൊക്കെ ഇടപെടുന്നു. പല ആളുകൾക്കും വലിയ പരാതിയുണ്ട്. നോറ പ്രോബ്ലം മേക്കർ എന്നുള്ളതാണ് അബിയെ കുറിച്ചിട്ട് പരാമർശിച്ചത്. ജിൻഡോയ്ക്കും അർജുനും 4 വോട്ടുകളാണ്. അർജുന് ഗെയിം ഇല്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ജിൻഡോ പിന്നെ ക്യാപ്റ്റൻസി മനോഹരമായിട്ട് നിർവഹിച്ചതിൻ്റെ ഒരു പാരിതോഷികമാണ് ഈ 4 വോട്ടുകൾ. നന്ദന ആൻഡ് നോറ ഒരേ കാരണങ്ങളാണ്. വെറുപ്പിക്കൽ. നോറയ്ക്ക് നോറയുടെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുടെയും ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. അങ്ങനെ ഇടപെടാൻ വന്നാലും നോറ ആടി കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ ഇനി എൻ്റെ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കയറും. കഥ പറച്ചിൽ ഇത്തിരി കൂടുതലാണ്. അപ്സരയ്ക്ക് 2 വോട്ടുകൾ. എനിക്കറിയത്തില്ല, അപ്സരെ നമുക്ക് ഓക്കെയാണ്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓക്കെയാണ്, പുറത്തുനിന്ന് വരുന്ന വൈൽഡ് കാർഡ്സിനും ഓക്കെയാണ്. പക്ഷെ അങ്ങടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് അപ്സരയോട് പല ആളുകൾക്കും എന്തോ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ക്യാമറ കാണാതെ അപ്സര എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നേരിട്ട് നോമിനേഷനിലേക്ക് വന്ന ആളുകൾ അഭിഷേക്, സായി, ജാസ്മിന്, സിബിന്. പിന്നെ പവർ ടീം നോമിനേറ്റ് ചെയ്തത് റസ്മിനെയാണ്. മറ്റേ ജയിലിലേക്ക് ഫുഡ് കൊണ്ടേ കൊടുത്തു എന്നുള്ളതാണ്. ജിൻഡോ നോമിനേഷനിലേക്ക് വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് അവരവരുടെ പവർ ഡയറക്റ്റ് നോമിനേഷൻ വേസ്റ്റ് ചെയ്യാതിരുന്നത്. ഇതിനുശേഷം KP നമ്പൂതിരിസിൻ്റെ സ്ഥിരം സീസണുകളിൽ നമ്മൾ കാണുന്ന ബെസ്റ്റ് ഡെൻ്റൽ കെയർ ഓഫ് ദ മന്ത് അഭിഷേക് അടിച്ചുമാറ്റി. അദ്ദേഹത്തിൻ്റെ പല്ലുകളൊക്കെ കാണിച്ച് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. നല്ലൊരു പയ്യൻ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു, എന്ത് ടോക്സിസിറ്റി ഒക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ് പരത്താനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ഭയങ്കര പാവം, സായിയേക്കാളിലും ബെറ്റർ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എപ്പിസോഡ് കഴിഞ്ഞ് പ്രൊമോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അണ്ണച്ച് തിരുമ്പി വந்தாച്ച്, സിബിനണ്ണ തിരുമ്പി വந்தாച്ച്. നാളെ തൊട്ട് വേറെ കളികളായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം മാറ്റിപ്പിടിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ സിബിൻ ഇനി ജാസ്മിനെതിരെ ഒന്നും ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ സാധ്യതകൾ അവസാനിക്കുകയാണ്, സാധ്യതകളില്ല. ഇനിയിപ്പോൾ അവർ ആ ഒരു ടീമായിട്ട് കളിക്കാനായിട്ടായിരിക്കും സാധ്യത. സിബിൻ ഉദ്ദേശിച്ച കളി നടക്കില്ല. പിന്നെ ജിൻഡോ ഇന്നലെ ജാൻമണി പോയതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് റിക്കവറായി. ജാൻമണി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. കാരണം ജാൻമണി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ സിബിന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേന് നല്ല ഒരു മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ കൊടുത്തേനെ. അക്കാര്യത്തിലൊക്കെ ജാൻമണി അടിപൊളിയാണ്. ഇതൊക്കെയാണ് എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നന്ദി.